കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ വായിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും ഏറ്റവും വാചാലമായി സംസാരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇന്നും അദ്ദേഹം സംസാരിക്കുന്നതിനെക്കുറിച്ച് ഭരണഘടന സംരക്ഷിക്കണം, പൗരത്വ നിയമം അവസാനിപ്പിക്കണം, ഇത്രയും അദ്ദേഹം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഈ ഭരണഘടന എങ്ങനെ ഉണ്ടായി? ഈ ഭരണഘടന ഉണ്ടാക്കിയതാരാണ്? ഇന്ത്യയുടെ വിഭജനം, ഇതിന്റെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ ഭരണഘടനാ സമിതി രൂപവത്കരിച്ചു. അതിനുശേഷമാണ് ഇന്ത്യ രണ്ടായത്. പാകിസ്ഥാനുണ്ടായി. പാകിസ്ഥാനുണ്ടായപ്പോൾ ജിന്നയുടെ അനുയായികൾ, പാകിസ്ഥാനിലെ അനുയായികൾ ഭരണഘടനാ സമിതിയിൽ നിന്നും പോയി. ഇന്നത്തെ അവശേഷിച്ച ഭരണഘടനാ സമിതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നിർണായകമായ ഭൂരിപക്ഷമുള്ള കോൺഗ്രസ് പറയുന്ന അഭിപ്രായങ്ങൾ മാത്രം നടപ്പാകുന്ന ഭരണഘടനാ സമിതിയാണ് പാകിസ്ഥാനുള്ള ശേഷം അവശേഷിച്ചത്. ഈ ഭരണഘടന ഉണ്ടാക്കിയതിന്റെ അവകാശം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മാത്രം. മറ്റാർക്കും അവകാശമില്ല. പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വലിയ വിവാദമുണ്ടായി. ഹിന്ദു മഹാസഭയാണ് ആ വിവാദം നയിച്ചത്. അവർ പറഞ്ഞു പാകിസ്ഥാൻ ഉണ്ടായി, പാകിസ്ഥാൻ മത രാഷ്ട്രമാണ്. പാകിസ്ഥാൻ ഉണ്ടായ സ്ഥിതിക്ക് ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണമെന്നാണ്. അന്ന് ഭരണഘടനാ സമിതിക്കകത്തും പുറത്തും ഹിന്ദു മഹാസഭയിൽ അവരെ പിന്നാലെ ഒരു വാശി. മഹാത്മാഗാന്ധി പറഞ്ഞു, നടക്കില്ല, ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനാകാൻ പറ്റില്ല. ഇന്ത്യ മതത്തിന്റെ അടിസ്ഥാന രാഷ്ട്രമാകാൻ പറ്റില്ല. ഇന്ത്യക്കാരുടെ എല്ലാം അവകാശപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. മതമല്ല മാനദണ്ഡം. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും മതമേതായാലും ജാതി ഏതായാലും പ്രദേശമേതായാലും അവർക്കെല്ലാം തുല്യത വേണം, തുല്യാവകാശം വേണം. ഇത് ഗാന്ധിയുടെ നിലപാടായിരുന്നു. ആ ഗാന്ധിയുടെ നിലപാടാണ് നെഹ്റു ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത്. അതിനെ ഡോക്ടർ അംബേദ്കറും പിന്താങ്ങി. അങ്ങനെയാണ് പാകിസ്ഥാനുണ്ടായ സാഹചര്യത്തിൽ ഹിന്ദുസ്ഥാൻ ഉണ്ടാക്കാനുള്ള ശ്രമത്തെ ഭരണഘടനാ സമിതി നിരാകരിച്ചത്. നെഹ്റു ഗവൺമെന്റിൽ ലാഭനിഷ്ഠായിരുന്ന ഡോക്ടർ അംബേദ്കറെ ഭരണഘടനാ സമിതിയുടെ താപ്തി കമ്മിറ്റി ചെയർമാനാക്കി മാറ്റി. ആ സമിതിയുടെ ആദ്യ യോഗത്തിൽ ആമുഖമായിട്ട് പ്രമേയം വെച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ പ്രമേയത്തിന് സത്തയാണ് ഭരണഘടനയുടെ ആത്മാവെന്ന് പറയുന്ന പ്രിയാമ്പിൾ, ആമുഖം നെഹ്റുവിന്റെ ആശയങ്ങളാണ്. മതേതരത്വവും എല്ലാവർക്കും തുല്യതയും സമത്വവും സാഹോദര്യവും ഉറപ്പുവരുത്ത ഭരണഘടനയുടെ ആമുഖം, അതിന്റെ സത്ത നെഹ്റുവിന്റെ ഭരണഘടനാ സമിതിയിലെ ആമുഖം പ്രസംഗമാണ്. അതിനുശേഷം ചർച്ചകൾ നടന്നു. വർഷങ്ങൾ നീണ്ട ചർച്ച നടന്നു. അങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്. ചർച്ചകൾക്ക് ഒരു ഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ ചർച്ച വന്നു. മൗലികാവകാശങ്ങൾ ഒരുപാട്, എല്ലാവർക്കും തുല്യത, തുല്യനീതി, സമത്വം, നീതി, ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ പാസാക്കി. ആ കൂട്ടത്തിൽ ഭാഷാന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പുകൾ കൂടി ചേർന്നു. അതിനെ നഖശിക്കാതെ വകുപ്പ് പറഞ്ഞാണ് സമിതിയെപ്പോഴും. എന്തിന് ഇതിനുണ്ടായി കഴിഞ്ഞപ്പോൾ, വെട്ടിമുടിച്ചിട്ട് കഴിഞ്ഞപ്പോഴും, പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞു, പിന്നെ എന്തിനേയും
ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം. നെഹ്റു പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു, പറ്റില്ല. യുവജനമുണ്ടായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾക്ക്, ഭാഷാന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക സംരക്ഷണം വേണം. അങ്ങനെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്ന വകുപ്പ്. അപ്പോൾ ലോകത്തിന് മാതൃകയായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാന തത്വങ്ങളടങ്ങുന്ന ബേസിക് സ്ട്രക്ചർ അടങ്ങുന്ന എല്ലാ ആർട്ടിക്കിളും എഴുതിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിർണായക ഭൂരിപക്ഷമുള്ള ഭരണഘടനാ സമിതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഭരണഘടനയ്ക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഡോക്ടർ അംബേദ്കർക്കും മാത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങയുടെ പാർട്ടിക്ക് ഇന്ത്യയുടെ ഈ പാവനമായ ഭരണഘടന ഉണ്ടാക്കിയതിൽ യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. നിങ്ങൾ കോൺഗ്രസിനെ ആക്ഷേപിക്കാനുള്ള യാതൊരു അവകാശവുമില്ല.